ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അവരുടെ ഇതുവരെയുള്ള ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ച് പറയാനായിരുന്നു. നമ്മുടെ ജിൻഡോ പറഞ്ഞതാണ് കാര്യങ്ങൾ. ജിൻഡോ പറഞ്ഞത് ഫസ്റ്റത്തെ ആഴ്ചയിൽ തന്നെ എനിക്ക് മണ്ടൻ എന്നുള്ള ഒരു ഇമേജ് വന്നു. രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ അത് വീണ്ടും മരമണ്ടൻ എന്നും പിന്നെ ഒരു കോമഡി ആയിട്ടും എനിക്ക് പേര് വന്നു. പിന്നെ ഡാൻസറായിട്ട് വന്നു. പിന്നെ ഞാൻ ജാൻമണിയുമായിട്ട് അത്രയും ക്ലോസ് ആയി. ഇപ്പോഴും ഞാൻ ജാൻമണിയെ എൻ്റെ കൂടെയുണ്ട് എന്നാണ് കരുതുന്നത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ആഗ്രഹം ഇവിടെ ക്യാപ്റ്റൻ ആകണം എന്നുള്ളതായിരുന്നു. എനിക്ക് ക്യാപ്റ്റൻ ആവാൻ സാധിച്ചു. ഇനി ഒരു തവണ കൂടി ക്യാപ്റ്റൻ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നത്തെ ആഗ്രഹം പവർ റൂമിൽ കയറുക എന്നുള്ളതാണ്. ആ ആഗ്രഹവും ഞാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ജിൻഡോ. എന്തായാലും ഈ വീട്ടിലുള്ളവർ പലപ്പോഴും എന്നെ മണ്ടൻ മണ്ടൻ എന്ന് വിളിച്ച സമയത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം തരണം ചെയ്ത് ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു വലിയ സിനിമാ നടനാകണമെന്നാണ് ആഗ്രഹം. അപ്പം ആ മണ്ടൻ ഇമേജ് എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മണ്ടൻ ഇമേജ് മാറ്റിയെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിൻഡോ പറഞ്ഞ മറ്റൊരു കാര്യം, ബിഗ് ബോസിനോടും ടീമിനോടും ഞാൻ മുൻ സീസണുകളിലും വരുന്ന സമയത്ത് പിടിച്ചിടിക്കിരിക്കോ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടാണ് എനിക്ക് എൻട്രി കിട്ടാതിരുന്നത്. ഈ സീസണിൽ വരുമ്പോഴും അവരെന്നോട് പറഞ്ഞൊരു പ്രത്യേക കാര്യം, ആരെയും കയ്യേറ്റം ചെയ്യരുത്, ഇടിക്കരുത് എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അർജുനെയും അതുപോലെ അഭിഷേകിനെയും ഒക്കെ ഇടിക്കാതിരുന്നത് എന്നാണ് ജിൻഡോ പറയുന്നത്. അവരൊക്കെ ഇന്നലെ എന്നെ ഉപദ്രവിച്ചിട്ടും എന്നെ എടുത്ത് എറിയുകയും ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും തിരിച്ച് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് ബിഗ് ബോസിന് കൊടുത്ത വാക്കുകൊണ്ട് മാത്രമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. എനിക്കിവിടെ 100 ദിവസം നിൽക്കണം, വിജയിക്കണം. അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിന്റെ വാക്ക് കൊടുത്തതുകൊണ്ട് ഞാനിവരെ ഇടിക്കാതിരുന്നത് എന്നുകൂടി ജിൻഡോ പറയുന്നു.